നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9164 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള, തന്ത്രി കണ്ഠരര് രാജീവരരുടെ വീട്ടിൽ SIT പരിശോധന. അറസ്റ്റ് ദുരൂഹമെന്ന് BJP. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി പ്രതിയാകാൻ സാധ്യത. ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. മാപ്പു പറയാൻ മനസ്സില്ലെന്ന് AK ബാലൻ. മതനിരപേക്ഷതയിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലെന്നും മുതിർന്ന CPM നേതാവ്. കൊച്ചിയിലെ മേയർ പദവി സമുദായം ശബ്ദമുയർത്തിയതിനാൽ ലഭിച്ചതെന്ന് VK മിനിമോൾ. തുറന്നു പറച്ചിൽ ലത്തീൻ കത്തോലിക്ക സഭാ സമ്മേളനത്തിൽ. ഉത്തരം മുട്ടി DCC. അയോധ്യ ക്ഷേത്ര പരിസരത്തും സമീപ പ്രദേശങ്ങളിലും മാംസാഹാരത്തിന് നിരോധനം. ലക്ഷ്യം പ്രദേശത്തെ മതപരമായ ശുദ്ധിയെന്ന് UP സർക്കാർ. നിരീക്ഷണത്തിന് നിർദ്ദേശം. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി. കലാപത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. 2000-ലധികം പേർ അറസ്റ്റിൽ. കലാപം നേരിടുമെന്ന് ഭരണകൂടം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9164 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരരുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി BJP നേതാക്കൾ. അതേസമയം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തന്ത്രിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിൽ SIT സംഘവും പരിശോധനയ്ക്കെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് തന്ത്രിയെ പാർപ്പിച്ചിരുന്നത്. ജയിലിലെ ആംബുലൻസിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് തന്ത്രിയെ ആദ്യം എത്തിച്ചത്. നീണ്ട മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമാണ് തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വ്യക്തമായ പരിശോധനയ്ക്കും നിയമോപദേശത്തിനും ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് SIT എത്തിയത്. തന്ത്രിയുടെ വീട്ടിൽ SIT സംഘം പരിശോധനയ്ക്കെത്തി. നിർണായക വിവരങ്ങൾ തേടിയായിരുന്നു പരിശോധന. അതേസമയം BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിലുള്ള BJP നേതാക്കളുടെ സംഘവും തന്ത്രിയുടെ വീട്ടിലെത്തി. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിൽ സംശയങ്ങളുണ്ടെന്നും BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എന്തിനായിരുന്നു ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്ന് സന്ദീപ് ആവശ്യപ്പെട്ടു. ദേവസ്വം മന്ത്രിമാരായിരുന്ന 3 പേർ പുറത്തുണ്ടെന്നിരിക്കെ തന്ത്രിയെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും സന്ദീപ് പറഞ്ഞു. സ്വാഭാവികമായും അതിനകത്ത് ഏറെ സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം BJPയുടെ അഭിപ്രായം നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് അത് തീരുമാനിക്കപ്പെടട്ടെ. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് ചില സംശയങ്ങളുണ്ട്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ഈ കാലയളവിൽ 3 ദേവസ്വം മന്ത്രിമാർ ഭരണത്തിലുണ്ടായിരുന്നു. മന്ത്രി K രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ MP ആയ K രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, വാസവനുണ്ട്, മുൻപുണ്ടായിരുന്ന നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 മന്ത്രിമാർക്കില്ലാത്ത എന്തു ബാധ്യതയാണ്? മന്ത്രിമാർ പുറമേ നിൽക്കുന്നു. അവിടെ ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുണ്ട്. അങ്ങനെ അടക്കമുള്ള ഇതുമായി നേരിട്ട് ബന്ധമുള്ള നിരവധി ആൾക്കാരുള്ളപ്പോൾ സ്വാഭാവികമായും ഈ തന്ത്രിയെ ചാരിയിട്ട് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഹൈക്കോടതിയുടെ പ്രതിനിധികൾക്കും ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യമുയർത്തിയ BJP നേതാക്കൾ കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അഭിപ്രായപ്പെട്ടു. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന് സംശയിക്കുന്നതായും BJP ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരരുടെ കുരുക്ക് മുറുകുന്നു. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രിയെ പ്രതി ചേർക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രിയെ പ്രതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ചൊവ്വാഴ്ച SIT കോടതിയിൽ റിപ്പോർട്ട് നൽകും. തന്ത്രി ദേവസ്വം മാനുവൽ ലംഘിച്ചതിന് കൂട്ടുനിന്നുവെന്നും സ്വർണം ചെമ്പാക്കിയ മഹസറിൽ ഒപ്പിട്ടുവെന്നും UB ഗ്രൂപ്പ് സ്വർണം പൂശിയതിൽ തന്ത്രിക്ക് വ്യക്തമായ അറിവുണ്ട് എന്നുള്ള കാര്യങ്ങൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ കടമകൾ വ്യക്തമാണെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുള്ള ഉത്തരവാദിത്തങ്ങൾ തന്ത്രിക്കുണ്ടെന്നും SIT വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇതുവരെ 11 അറസ്റ്റാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തന്ത്രിയെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT നടപടിയിൽ ദുരൂഹത ആരോപിച്ച് BJP തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിൽ സംശയമുണ്ടെന്ന് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം. സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രച്ചരട് കെട്ടിയ വിഷയത്തിൽ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ല. മകരവിളക്ക് നാളിൽ LDF-നും UDF-നുമെതിരെ ദീപം തെളിയിച്ച് പ്രതിഷേധിക്കുമെന്നും BJP അറിയിച്ചു. ഇനി തന്ത്രി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല, റിമാൻഡില് എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് 2 വാക്ക് ആരാ പറയാൻ പോകുന്നത്? കേസ് പറയാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് കേസ് സംസാരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസും CPM രണ്ടുപേരും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് 14-ാം തീയതി മകരവിളക്ക് ആ ദിനം BJP NDA ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് MT രമേശ് ആദ്യം സൂചിപ്പിച്ചാണ്, ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി. 14-ാം തീയതി മുതൽ ഒരു ശക്തമായ NDAന്റെ ഒരു പ്രോഗ്രാം. ഇതിന്റെ പിന്നിൽ ആരാണ്, അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം, ഞങ്ങളൊരു സമരം നടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തതിനു പിന്നാലെ നടപടി വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാന പ്രതി അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളും ഉടൻ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. SIT പ്രതി ചേർത്ത എല്ലാവരെയും പ്രതികളാക്കിയാണ് കൊച്ചി യൂണിറ്റിൽ ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ED അന്വേഷണം. ഏറ്റവും ഒടുവിൽ SIT അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവരും ED പ്രതിപട്ടികയിലുണ്ടാകും. 2019 സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് ഉണ്ടായതിനാലാണ് അന്വേഷണമെങ്കിലും 2025 വരെയുള്ള വിഷയങ്ങൾ EDയുടെ അന്വേഷണ പരിധിയിൽ വരും. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അയ്യപ്പന്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ലെന്നും മന്ത്രിമാരടക്കമുള്ളവർ കൊള്ളയിലുണ്ടെന്നാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അല്ല, CPM എന്ത് പ്രചരിപ്പിച്ചാലും വസ്തുതകളൊക്കെ ജനങ്ങൾക്കറിയാം. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന് ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരുമുണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പന്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതാണ് എന്റെ സത്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേതാക്കൾക്ക് മുസ്ലിം ലീഗ് ഇളവ് നൽകിയേക്കും. ടേം പൂർത്തിയാക്കിയാലും വിജയസാധ്യതയാണ് പരിഗണിക്കുന്നതെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചു. MK മുനീർ സന്നദ്ധനെങ്കിൽ കോഴിക്കോട് സൌത്തിൽ മത്സരിക്കാം. ടേം പൂർത്തിയായെങ്കിലും M ഷംസുദ്ദീന് ഇളവ് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ടേം വ്യവസ്ഥ നടപ്പിലാക്കുമ്പോൾ 5 MLA-മാർക്ക് മുസ്ലിം ലീഗിൽ സീറ്റുണ്ടാകില്ല. KPA മജീദ്, മഞ്ഞളാംകുഴി അലി, P ഉബൈദുള്ള, NA നെല്ലിക്കുന്ന്, PK ബഷീർ എന്നിവർ മാറിയേക്കും. കഴിഞ്ഞ തവണ ഒഴിവായത് 6 പേരാണ്. ഇതിനിടെ പാർട്ടി പറഞ്ഞാൽ ഇത്തവണയും മത്സരിക്കുമെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നുർബീന റഷീദ് പറഞ്ഞു. സ്ഥാനാർത്ഥിയാക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് നേതൃത്വമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റാണ് വനിതകൾക്ക് ലഭിച്ചത്. ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പാർട്ടി ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്നാണ് വിവരമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. മാറാട് കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള വിവാദ പരാമർശം പിൻവലിക്കാതെ CPM നേതാവ് AK ബാലൻ. ജമാഅത്തെ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസ് തനിക്ക് ലഭിച്ചില്ലെന്നും മാപ്പ് പറയാൻ മനസ്സില്ലെന്നും ബാലൻ പറഞ്ഞു. അവഹേളിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. നോട്ടീസിൽ പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും മതനിരപേക്ഷതയിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലെന്നും ബാലൻ പറഞ്ഞു. നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതും
എന്നെയും എന്റെ പാർട്ടിയെയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി പരപ്രേരണയിൽ ഗൂഢ ഉദ്ദേശത്തോടെ കെട്ടിച്ചമച്ചതാണ്. അയോധ്യ ക്ഷേത്ര പരിസരത്ത് പഞ്ച്കോസി പരിക്രമ യാത്രയിൽ കടന്നുപോകുന്ന വഴിയിലും മാംസാഹാരങ്ങൾ നിരോധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. പ്രദേശത്തെ മതപരവും സാംസ്കാരികവുമായ ശുദ്ധി ലക്ഷ്യമിട്ടാണ് നടപടിയെന്നാണ് അവകാശവാദം. കടകൾക്കും ഹോട്ടലുകൾക്കും പുറമെ സൊമാറ്റോ, സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഭക്ഷ്യവിതരണ ആപ്പ് വഴിയും അയോധ്യയിൽ പ്രദേശത്ത് മാംസാഹാരങ്ങൾ വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതിനും അധികൃതർ വിലക്കി. ഇതിനു പുറമെ ഗസ്റ്റ് ഹൌസുകളിലും ഹോം സ്റ്റേകളിലും മാംസാഹാരം വിളമ്പുന്നതിലും വിലക്കുണ്ട്. നിർദ്ദേശം പൂർണ്ണമായും നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. കടകളിലും ഹോട്ടലുകളിലും മാംസാഹാരം വിൽക്കുന്നതിന് നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഓൺലൈൻ വഴിയുള്ള വിൽപ്പനയ്ക്ക് നിയന്ത്രണമുണ്ടായിരുന്നില്ല. പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും തുടർച്ചയായ പരാതിയെ തുടർന്നാണ് മാംസാഹാരത്തിന് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് അധികൃതരുടെ വാദം. വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ ഓൺലൈൻ വഴി പ്രദേശത്ത് മാംസാഹാരം എത്തിക്കുന്നുവെന്നാണ് പരാതി. ഇത് തങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും പ്രദേശവാസികൾ അവകാശപ്പെട്ടതോടെയാണ് വിലക്ക് പൂർണ്ണമാക്കിയത്. നിയന്ത്രണം സംബന്ധിച്ച് ഓൺലൈൻ ഭക്ഷ്യവിതരണ ആപ്പുകൾക്ക് നിർദ്ദേശം നൽകിയെന്ന് സംസ്ഥാനത്തെ അസിസ്റ്റന്റ് ഫുഡ് ഇൻസ്പെക്ടർ പ്രതികരിച്ചു. സമാനമായ തീരുമാനം നേരത്തെ പഞ്ചാബും പ്രഖ്യാപിച്ചിരുന്നു. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം പൂർണ്ണമായും പുണ്യനഗരിയായി പ്രഖ്യാപിച്ച് ഇറച്ചിയും മീനും മദ്യവും ഉൾപ്പെടെ നിരോധിച്ചാണ് ഉത്തരവ് വന്നത്. മദ്യം, ഇറച്ചി, മീൻ, പുകയില, മറ്റു ലഹരി വസ്തുക്കൾ എന്നിവയ്ക്കാണ് വിലക്ക്. ന്യൂസ് ഡെസ്ക് ജീവൻ. പശ്ചിമ ബംഗാളിൽ ഇഡിയും മമതയും തമ്മിൽ പോര് കടുക്കുന്നു. ഇഡിക്കെതിരെ കേസെടുക്കാനാണ് ബംഗാൾ പോലീസ്. മമതാ ബാനർജിയുടെ പരാതിയിലാണ് ഇഡിക്കെതിരെ കേസ്. സിപിഎഫിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇഡി റെയ്ഡിനെതിരെ തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ ആഭ്യന്തര മന്ത്രാലയം പ്രവർത്തിക്കുന്ന കർത്തവ്യഭവന് മുന്നിൽ എംപിമാർ പ്രതിഷേധിച്ചിരുന്നു. എംപിമാരെ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നാടകീയ രംഗങ്ങളുണ്ടാക്കി. കൊൽക്കത്തയിൽ മമതാ ബാനർജി കാൽനട ജാഥ സംഘടിപ്പിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. ഡെറക് ഒബ്രിയാൻ, മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ് അടക്കമുള്ള തൃണമൂൽ എംപിമാരാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കർത്തവ്യഭവനിലെ ഓഫീസിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ഇഡിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിഷേധം. പോലീസ് ബലം പ്രയോഗിച്ച് എംപിമാരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസുമായി രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച എംപിമാർ അവിടെയും പ്രതിഷേധം തുടർന്നു. സ്റ്റേഷനിൽ വെച്ച് എംപിമാർ മാധ്യമങ്ങളെ കാണുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചത് നേരിയ ഉന്തിനും തള്ളിനും കാരണമായി. സ്റ്റേഷനു പുറത്തിറങ്ങിയ കീർത്തി ആസാദ് എംപിയെ പോലീസ് ബലം പ്രയോഗിച്ച് അകത്തേക്ക് കയറ്റി. പിന്നാലെ സ്റ്റേഷനു മുന്നിൽ വീണ്ടും പ്രതിഷേധമുണ്ടായി. പോലീസ് അമിത്ഷായുടെ ഗുണ്ടകളായെന്നും മഹുവ മൊയ്ത്ര വിമർശിച്ചു. അഴിമതി ആരോപണം നേരിടുന്ന ബിജെപി നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നും മഹുവ ചോദിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കാത്തതിനാലാണ് ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ ധാരണയാകാത്തതെന്ന യുഎസ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്കിനിന്റെ വാദം തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഹൊവാർഡ് ലുഡ്കിനിന്റെ വാദം തെറ്റാണെന്ന് കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അമേരിക്കയുമായി ഇന്ത്യ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 2025 നരേന്ദ്രമോദി നിരവധി തവണ ട്രംപുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഏകദേശം 8ഓളം തവണ ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. ഇന്ത്യക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആ സംഭാഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു. പല സാഹചര്യങ്ങളിലും കരാറിന് അടുത്തെത്തിയിരുന്നുവെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി. Since then, two sides have held multiple rounds of negotiations to arrive at a balanced and mutually beneficial trade agreement. On several occasions, we have been close to a deal. The characterization of these discussions in the reported remarks is not accurate. US ഇന്ത്യ വ്യാപാര കരാർ വൈകാൻ കാരണം ഇന്ത്യയാണെന്നായിരുന്നു ഹൊവാർഡ് ലുഡ്നിക്കിന്റെ ആരോപണം. കരാർ ഒപ്പിടാനുള്ള അവസരം ഇന്ത്യ പാഴാക്കിയെന്ന് ലുഡ്നിക് പറഞ്ഞിരുന്നു. മോദി ട്രംപിനെ വിളിക്കാത്തതുകൊണ്ടാണ് കരാർ സാധ്യമാകാത്തതെന്നും ലുഡ്നിക് ആരോപിച്ചിരുന്നു. റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾക്കുമേൽ 500% വരെ നികുതി ചുമത്തുവാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്കിടെയാണ് ഈ പുതിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരിയുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ക്രൂ 11 ദൌത്യസംഘത്തിന്റെ മടക്കത്തിന് സമയം നാസ നിശ്ചയിച്ചു. ജനുവരി 14-ന് അമേരിക്കൻ സമയം വൈകുന്നേരം 5 മണിക്ക് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് 4 അംഗ സംഘവുമായി ഭൂമി ലക്ഷ്യമാക്കി പുറപ്പെടും. ഇന്ത്യൻ സമയം ജനുവരി 15-ന് പുലർച്ചെ 3:30-നാണ് ഡ്രാഗൺ പേടകം ഭൂമിയിൽ ഇറങ്ങുക എന്നാണ് നാസയുടെ അറിയിപ്പ്. ചരിത്രത്തിൽ ആദ്യമായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇങ്ങനെയൊരു അടിയന്തര തിരിച്ചു കൊണ്ടുവരൽ വേണ്ടിവരുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഒരു സഞ്ചാരിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നാസ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ പ്രശ്നം കാരണം ക്രൂ 11 ദൌത്യം നേരത്തെ അവസാനിപ്പിക്കാനും 4 അംഗ സംഘത്തെ നേരത്തെ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും അമേരിക്കൻ ബഹിരാകാശ ഏജൻസി തീരുമാനിക്കുകയായിരുന്നു. ഏത് സഞ്ചാരിക്കാണ് ആരോഗ്യ പ്രശ്നമുള്ളതെന്ന് നാസ വെളിപ്പെടുത്തിയിട്ടില്ല. മിഷൻ കമാൻഡർ നാസയുടെ സെന കാഡ്മാൻ, മിഷൻ പൈലറ്റ് നാസയുടെ മൈക്ക് ഫിൻകെ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ജപ്പാനീസ് ബഹിരാകാശ ഏജൻസി ജാക്സയുടെ കിമിയ യുവി, റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോസ്മോസിന്റെ ഒലെഗ് പ്ലാറ്റോണോവ് എന്നിവരടങ്ങുന്നതാണ് ക്രൂ 11 സംഘം. ജനുവരി 8-ന് സെന കാഡ്മാനും മൈക്ക് ഫിൻകയും ചേർന്ന് ഒരു ബഹിരാകാശ നടത്തം പദ്ധതിയിട്ടിരുന്നു. നിലയത്തിന്റെ പവർ സിസ്റ്റത്തിലെ അറ്റകുറ്റപ്പണിയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇവരിൽ ഒരു സഞ്ചാരിയുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അവസാന നിമിഷം ഈ ബഹിരാകാശ നിലയ അറ്റകുറ്റപ്പണി മാറ്റി. സെനയ്ക്കാണോ മൈക്കിനാണോ ആരോഗ്യ പ്രശ്നമെന്ന് നാസ വെളിപ്പെടുത്തിയിട്ടില്ല. ആ വ്യക്തിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് ക്രൂ 11 ദൌത്യം വെട്ടിച്ചുരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇറാനിൽ 217 പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടതായി ടെഹ്റാനിലെ ഡോക്ടറെ ഉദ്ധരിച്ച് ടൈം മാഗസിൻ. ടെഹ്റാനിലെ 6 ആശുപത്രികളിലെത്തിച്ച വെടിയേറ്റവരുടെ മരണനിരക്കാണിതെന്നും ഡോക്ടർ അറിയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണെന്നും അധികൃതർ ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ മാറ്റിയെന്നും ഡോക്ടർ വ്യക്തമാക്കിയതായി ടൈം മാഗസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഡോക്ടറുടെ പേര് സുരക്ഷാ കാരണങ്ങളാൽ വെളിപ്പെടുത്തിയിട്ടില്ല. വടക്കൻ ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസത്തെ വെടിവയ്പിൽ 30ഓളം പേർ സംഭവസ്ഥലത്ത് കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. രാജ്യത്ത് ഇന്റർനെറ്റ് ഉപരോധം തുടരുകയാണ്. പ്രതിഷേധക്കാർ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങളാണെന്നും സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചു. പ്രക്ഷോഭം ഇറാന്റെ 31 പ്രവിശ്യകളിലേക്കും വ്യാപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഡിസംബർ 28-നാണ് വിലക്കയറ്റത്തിനും കറൻസി മൂല്യത്തകർച്ചയ്ക്കുമെതിരെ ഇറാനിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. അതിനിടെ പ്രക്ഷോഭത്തിൽ അമേരിക്കയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് റേസ പഹ്ലവി രംഗത്തു വന്നു. ഇറാനിലെ ജനങ്ങളെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാകണമെന്നും പഹ്ലവി ആവശ്യപ്പെട്ടു. 1979-ലെ ഇസ്ലാമിക് വിപ്ലവത്തിൽ അധികാരം നഷ്ടപ്പെട്ട ഷാ ഭരണാധികാരിയായ മുഹമ്മദ് റോസ പഹ്ലവിയുടെ മകനാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള റേസ പഹ്ലവി. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇടുക്കി ചിന്നക്കനാലിൽ ആധാരത്തിലുള്ളതിനേക്കാൾ അധികം ഭൂമി കൈവശം വെച്ച കേസിൽ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന് വിജിലൻസ് നോട്ടീസ്. ജനുവരി 16-ന് തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ വാങ്ങിയ ഭൂമി മാർക്കറ്റ് വിലയേക്കാൾ കുറച്ച് രജിസ്റ്റർ ചെയ്തെന്ന CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയത്. 3 ആധാരങ്ങളിലായി 1 ഏക്കർ 23 സെന്റ് ഭൂമിയാണ് മാത്യു കുഴൽനാടന്റെ പേരിലുള്ളത്. ഇതിൽ 53 സെന്റ് അധിക ഭൂമി കൈവശമുണ്ടെന്ന് വിജിലൻസും റവന്യൂ വകുപ്പിന്റെയും അന്വേഷണത്തിൽ കണ്ടെത്തി. ഭൂമിയിലുള്ള കെട്ടിടത്തിന്റെ വില കുറച്ച് കാണിച്ചതായും കണ്ടെത്തിയിരുന്നു. സർക്കാർ താരിഫിലേക്കാൾ കൂടുതൽ കാണിച്ച് രജിസ്റ്റർ ചെയ്തതിനാൽ ഭൂമി വില കുറച്ച് ആധാരം ചെയ്തുവെന്ന കേസ് നിലനിൽക്കുന്നതല്ലെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലുമായി സഹകരിക്കുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഗന്ധർവ ഗായകൻ KJ യേശുദാസിന് ഇന്ന് 86-ാം പിറന്നാൾ. കഴിഞ്ഞ 6.5 പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ പുലരികളെയും സന്ധ്യകളെയും സംഗീത സാന്ദ്രമാക്കുന്നത് യേശുദാസിന്റെ ശബ്ദമാണ്. പതിറ്റാണ്ടുകളായി നിത്യവിസ്മയമായി ജനജീവിതങ്ങളുമായി ഇഴചേർന്ന് നിൽക്കുന്നു യേശുദാസിന്റെ ഗാനാലാപനം. ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, ശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യ. 1961-ൽ കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കാണ് 21-കാരനായ യേശുദാസിന്റെ സ്വരം ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത്. 1940 ജനുവരി 10-ന് ഫോർട്ട് കൊച്ചിയിലാണ് യേശുദാസിന്റെ ജനനം.
പ്രസിദ്ധ സംഗീതജ്ഞനും നാടക നടനുമായ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും മകനായാണ് യേശുദാസ് ജനിച്ചത്. ഈ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമനായിരുന്നു യേശുദാസ്. മലയാളികൾക്ക് മാത്രമല്ല, ലോകത്താകെയുള്ള സംഗീത ആസ്വാദകർക്ക് ഡോക്ടർ KJ യേശുദാസ് വെറുമൊരു പിന്നണി ഗായകൻ മാത്രമല്ല. പ്രണയം, വിരഹം, ദുഃഖം, നിരാശ, സന്തോഷം തുടങ്ങി അവരുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് ആ ശബ്ദ സാന്നിധ്യം. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. സൗമ്യ കാമുക ശബ്ദത്തിൽ ഓരോ തവണയും യേശുദാസ് പാടുമ്പോൾ അതിരില്ലാത്ത പ്രണയം ഗാനങ്ങളിൽ നിറയുന്നു. തലമുറകളുടെ പ്രേമ വിരഹ ഗായകനായി യേശുദാസ് മാറി. പാട്ടിന്റെ മോഹവലയം തീർക്കുന്ന ശബ്ദ സ്വാധീനം കൊണ്ട് ജാതിമത ഭേദമന്യേ നിരവധി ഭക്തിഗാനങ്ങളിലും യേശുദാസ് ഹിറ്റുകൾ സമ്മാനിച്ചു. ദൈവങ്ങളെ ദിവസവും മന്ത്രിച്ചുണർത്തുന്ന ശബ്ദമായി യേശുദാസ് മാറുകയായിരുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യമർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ജി ദേവരാജൻ, ദക്ഷിണാമൂർത്തി, ബാബുരാജ്, MK അർജുനൻ, രവീന്ദ്രൻ, ജോൺസൺ തുടങ്ങിയ പ്രതിഭാധനന്മാർ ഒരുക്കിയ ഈണങ്ങൾ യേശുദാസിന്റെ സ്വരവുമായി ഇഴചേർന്നു. സംഗീതമുള്ളിടത്തോളം കാലം ആ ഗന്ധർവനാദം നമ്മുടെ കാതുകളിൽ തേന്മഴയായി പെയ്തുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്, ജീവൻ. സമുദായം ശബ്ദമുയർത്തിയപ്പോൾ പദവി ലഭിച്ചെന്ന് കൊച്ചി മേയർ VK മിനിമോൾ. പിതാക്കന്മാർ പലരും തനിക്ക് വേണ്ടി ഇടപെട്ടു, അതിൽ നന്ദിയുണ്ടെന്നും VK മിനിമോൾ പറഞ്ഞു. ലത്തീൻ കത്തോലിക്ക സഭ KRLCC ജനറൽ അസംബ്ലി ഉദ്ഘാടന വേദിയിലായിരുന്നു VK മിനിമോളുടെ പരാമർശം. എല്ലാ പിതാക്കന്മാരും ജോയി പിതാവിന്റെയൊക്കെ നേതൃത്വത്തില് എല്ലാ പിതാക്കന്മാരും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. കൊച്ചി മേയറായി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ VK മിനിമോൾ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ UDF-നകത്ത് അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിരുന്നു. സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ദീപ്തി മേരി വർഗീസിനെ മറികടന്നാണ് VK മിനിമോൾ മേയർ പദവിയിലേക്കെത്തിയത്. ഇതിനു പിന്നാലെ അതിർത്തി പരസ്യമാക്കി ദീപ്തി പരസ്യമായി രംഗത്തെത്തുകയും KPCCക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. മേയർ സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമായതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് VK മിനിമോളുടെ പ്രസ്താവന. കോർപ്പറേഷൻ കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ 27 പേരും ലത്തീൻ അംഗങ്ങളായിരുന്നു. ഭൂരിപക്ഷം ആളുകളും ലത്തീൻ സഭയിൽ നിന്നുള്ളവരായതിനാൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് അവകാശവാദം ലത്തീൻ സഭ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ചൊല്ലി വലിയ രീതിയിൽ വിവാദം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥിരീകരണവുമായി VK മിനിമോൾ രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, ജീവൻ. കുളവാഴ ശല്യത്തിന് ശാശ്വത പരിഹാരം തേടി ഹയാക്കോൺ രാജ്യാന്തര സമ്മേളനത്തിന് കൊച്ചി കാക്കനാട് ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജലാശയങ്ങളിലെ കുളവാഴ ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജെയിൻ സർവകലാശാലയുടെ ഫ്യൂച്ചർ കേരള മിഷൻ സമ്മേളനം സംഘടിപ്പിച്ചത്. കുളവാഴയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കൊൽക്കത്ത പോലുള്ള നഗരങ്ങളിൽ കുളവാഴ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട്. കുളവാഴ വെറുമൊരു പാഴ്ചെടിയല്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കരകൌശല വസ്തുക്കളും നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുവായി ഇതിനെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിൽ കുളവാഴ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ പേപ്പർ നിർമ്മിക്കുന്നതായി ഇന്ത്യൻ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ള പറഞ്ഞു. കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശത്തെ കുളവാഴ ശല്യം രമേശ് ചെന്നിത്തല വിവരിച്ചു. ചടങ്ങിൽ ഹൈബി ഈഡൻ MP, ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാൻ വേണു രാജാമണി, ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ജെയിൻ സർവകലാശാലയും സ്വിഫ്റ്റും തമ്മിലുള്ള അക്കാദമിക് ധാരണാപത്രം കൈമാറി. ജെയിൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജെ ലതയും സ്വിഫ്റ്റ് ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ജീവൻ ന്യൂസ്, കൊച്ചി.
വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് തകർപ്പൻ ജയം. ത്രില്ലർ പോരിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. 156 റൺസ് വിജയലക്ഷ്യം അവസാന പന്തിലാണ് RCB മറികടന്നത്. 155 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത RCBയുടെ സ്കോർ ബോർഡിൽ 65 റൺസ് എത്തിയപ്പോഴേക്കും പകുതിയിലേറെ പേരെ നഷ്ടമായി. എന്നാൽ അരുന്ധതി റെഡ്ഡിയെ ഒരു വശത്ത് നിർത്തി ദക്ഷിണാഫ്രിക്കൻ താരം നദീൻ ഡി ക്ലാർക്ക് അടിച്ചു തകർത്തു. അവസാന ഓവറിൽ RCBക്ക് വേണ്ടിയിരുന്നത് 18 റൺസ് മാത്രമായിരുന്നു. ആദ്യ 2 പന്ത് നഷ്ടമായെങ്കിലും പിന്നീടുള്ള 4 അതിർത്തി കടത്തി ഡി ക്ലാർക്ക് RCBയെ ലക്ഷ്യത്തിലെത്തിച്ചു. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിനെ മാന്യമായ സ്കോറിലെത്തിച്ചത് മലയാളി താരം സജന സജീവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു. 25 പന്തിൽ 7 ഫോറും 1 സിക്സറും ഉൾപ്പെടെ സജന നേടിയത് 45 റൺസാണ്. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ SIT പരിശോധന. അറസ്റ്റ് ദുരൂഹമെന്ന് BJP. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി പ്രതിയാകാൻ സാധ്യത. ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. മാപ്പു പറയാൻ മനസ്സില്ലെന്ന് AK ബാലൻ. മതനിരപേക്ഷയിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലെന്നും മുതിർന്ന CPM നേതാവ്. കൊച്ചിയിലെ മേയർ പദവി സമുദായം ശബ്ദമുയർത്തിയതിനാൽ ലഭിച്ചതെന്ന് VK മിനിമോൾ. തുറന്നു പറച്ചിൽ ലത്തീൻ കത്തോലിക്ക സഭാ സമ്മേളനത്തിൽ. ഉത്തരം മുട്ടി DCC. അയോധ്യ ക്ഷേത്ര പരിസരത്തും സമീപ പ്രദേശങ്ങളിലും മാംസാഹാരത്തിന് നിരോധനം. ലക്ഷ്യം പ്രദേശത്തെ മതപരമായ ശുദ്ധിയെന്ന് UP സർക്കാർ. നിരീക്ഷണത്തിന് നിർദ്ദേശം. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധി. കലാപത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. 2000-ലധികം പേർ അറസ്റ്റിൽ. കലാപം നേരിടുമെന്ന് ഭരണകൂടം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.